Voice clear? Voice clear ആണോ? Sound clear ആണോ? Yes, Miss Minisha. അപ്പോ എക്സാം എന്നുണ്ടാവും, എക്സാം എന്ന് തീരും, എക്സാം ഉണ്ടാവോ തുടങ്ങിയ സംശയങ്ങൾക്കൊക്കെ ഒരു ഉത്തരമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുക, ആ ഓണത്തിൻ്റെ അവധിൻ്റെ ആ ടൈമിൽ നടത്താൻ പറ്റുമോ എന്ന് നോക്കുള്ളൂ, അല്ലാതെ നടത്തുന്നൊന്നും പറഞ്ഞില്ല. നടത്താൻ തന്നെയാണ് സാധ്യത. അപ്പൊ നടത്തും എന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പഠിക്കുക. ചിലപ്പോൾ ഓണത്തിന്റെ ഇതിന്റെ 2 ആഴ്ച മുമ്പായിരിക്കും പറയുക എക്സാം ഇന്ന ദിവസമാണ് ടൈം ടേബിൾ വരിക. അപ്പോൾ 2 ആഴ്ചനെ കൊണ്ട് പഠിക്കാൻ എത്രമാത്രം സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയുന്നത് കൊണ്ട് അതിന് നിൽക്കേണ്ട, അതിന് ഒന്നും ശരിയാവില്ല നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പഠിത്തമൊക്കെ ഇപ്പം തന്നെ തുടങ്ങുക. ഇനി എക്സാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ. നമുക്ക് എന്തായാലും അടുത്ത കൊല്ലത്തേക്ക് ഇത് പഠിച്ചാൽ തന്നെ സുഖമായിട്ട് പ്ലസ് ടു പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഠിത്തമൊക്കെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതിനെ എക്സാം ഇനിയിപ്പോ ഓണത്തിന്റെ സമയമാകുമ്പോഴേക്ക് ഒഴിവാക്കുമോ എന്നുള്ളതൊന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. നമുക്ക് ആ ഒരു ഇതുള്ളത് ഫോക്കസ് ഏരിയ കൺഫർമേഷൻ ആവോ എന്നുള്ളൊരു കാര്യം മാത്രമേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും. ഫോക്കസ് ഏരിയ കൺഫേം ആയാൽ പഠിക്കാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ചില പെർട്ടിക്കുലർ ഏരിയ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിന് പക്ഷേ ചില ചാപ്റ്ററുകളിലേ ഉള്ളൂ. ചില ചാപ്റ്ററുകളിൽ ഈ ഫോക്കസ് ഏരിയയിലുള്ള ഭാഗങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് മുമ്പുള്ള ടോപ്പിക്കുകൾ പഠിച്ചാലേ ഫോക്കസ് ഏരിയയിലുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് അതിനനുസരിച്ച് ചെയ്യുക. പഠിത്തമൊക്കെ അപ്പം തന്നെ തുടങ്ങുക. പിന്നെ ഈ ചാപ്റ്റർ എസ് ബ്ലോക്ക് ഇതിപ്പോൾ നമ്മൾ തീർക്കും. ഇന്നിപ്പോൾ അതിന് മാത്രം ഒന്നും എടുക്കാനില്ല. ആ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും കൂടെ കഴിഞ്ഞ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ട്. ആ ടോപ്പിക്കുകളിൽ നിന്ന് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അല്ലാതെ ചില ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറേ ഇല്ല. ചില ഏരിയകളൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങളിൽ ഒന്നാണ് ഈ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. വേറെ ഒന്ന് ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലി മെറ്റൽസ്. അതിലെ റിയാക്ഷൻസ് എല്ലാം പഠിക്കണം. എല്ലാ റിയാക്ഷൻസും ജനറലി പഠിക്കണം. പക്ഷെ അതിലെ റിയാക്ഷൻസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിലെ നിക് നെയിംസ്, കാസ്റ്റിക് സോഡ, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അതൊക്കെ എന്താണ് അത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട്. 3-4 വർഷമൊക്കെ അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് സെയിം ചോദ്യം. അത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫ്ലേക്കഡ് ലൈം, ലൈം വാട്ടർ, മിൽക്ക് ഓഫ് ലൈം, പിന്നെ ക്യുക്ക് ലൈം, ഈ വിധമുള്ള ഷോർട്ട് ഫോമുകൾ, നിക് നെയിമുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് അത് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റിയ രീതിയിൽ പഠിച്ചു വെക്കുക. പിന്നെ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം, അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ബെറിലിയം, അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അനോമലിറ്റീസിന്റെ അല്ലെങ്കിൽ അനോമലിക് പ്രോപ്പർട്ടീസിന്റെ കാരണം ഞാൻ പറഞ്ഞു. എന്താ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനോമലിക് പ്രോപ്പർട്ടീസിന്റെ റീസൺ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും എഴുതാൻ പറ്റിയ 3 പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ടടാ? 3 സാധനങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അനോമലസ് പ്രോപ്പർട്ടീസിനെ പറ്റി ചോദിച്ചാൽ എപ്പോഴാണെങ്കിലും എഴുതാൻ പറ്റിയ. സ്മോളർ സൈസ്, ഹൈ പോളറൈസേഷൻ പവർ, ഒന്നും കൂടെ ഉണ്ട്.
ഒന്നുകൂടെ ഉണ്ടടാ. ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. പ്രോബബിലിറ്റിയോ? അത് മാത്സ്. പോളറൈസേഷൻ പവർ. പോളറൈസേഷൻ പവർ എന്താണ് പോളറൈസേഷൻ പവർ? ഓക്കെ, ഓട്ടോ കറക്ഷൻ എന്തെങ്കിലും വന്നായിരിക്കും. പോളറൈസേഷൻ പവർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ബോണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് ബോണ്ടിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇതൊരു ന്യൂക്ലിയസ്, ഇത് വേറൊരു ന്യൂക്ലിയസ്, ഇത് ഒരു ഇലക്ട്രോണ്, ഇതൊരു ഓർബിറ്റൽ, ഇത് വേറൊരു ഓർബിറ്റൽ. ഈ രണ്ട് ഓർബിറ്റലുകളിലുള്ള ഇലക്ട്രോണിനെ ആരാണ് ഈ രണ്ട് എലമെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ, ഇതാണ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ രണ്ട് എലമെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത ഇലക്ട്രോണിന്റെ പേരാണ് ഈ നടുക്ക് നിൽക്കുന്ന സാധനം. ഈ നടുക്ക് നിൽക്കുന്ന സാധനത്തിനെ, ഈ നടുക്ക് നിൽക്കേണ്ട സാധനത്തിനെ ഒരു കോവാലന്റ് ബോണ്ട്, സഹസംയോജക ബന്ധനത്തില് ഈ നടുക്ക് നിൽക്കേണ്ട സാധനത്തിന്റെ സഹസംയോജക ബന്ധനം, കോവാലന്റ് ബോണ്ട്, അയോണിക് ബോണ്ട്, അയോണിക ബന്ധനം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സഹസംയോജക ബന്ധനത്തില് നടുക്ക് നിൽക്കേണ്ട സാധനത്തിനെ തന്റെ അടുത്തേക്ക് വലിച്ചു നീട്ടാൻ, തന്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ പോളറൈസേഷൻ പവർ എന്ന് പറയുന്നത്. പോളറൈസേഷൻ പവർ ഒരു കോവാലന്റ് സംയുക്തത്തിൽ നിന്നും ഒരു പോളറൈസ്ഡ് സംയുക്തത്തിൽ അല്ലെങ്കിൽ ഒരു പോളറൈസ്ഡ് കോമ്പൗണ്ടിന്റെ ക്യാരക്ടർ കാണിക്കാനുള്ള ടെൻഡൻസിനെയാണ് നമ്മൾ പോളറൈസേഷൻ പവർ എന്ന് പറയുന്നത്. ആ പോളറൈസേഷൻ പവർ കൂടുതലാണ് ലിഥിയത്തിന്. വൈ? കാരണം അതിന്റെ സ്മോളർ സൈസ്, ചെറിയ സൈസ് കാരണമാണ് ലിഥിയത്തിന് പോളറൈസേഷൻ പവർ, നല്ല പോളറൈസേഷൻ പവർ ഉള്ളത്. അപ്പൊ എന്താ പോളറൈസേഷൻ പവർ എന്ന് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോളറൈസേഷൻ പവർ ലോവർ സൈസ്, ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി, ഹൈ കമ്പാരിറ്റീവ്ലി മറ്റുള്ള എലമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലോ ഇലക്ട്രോ പോസിറ്റിവിറ്റി, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ലോ ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, എന്താ? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ആവാനുള്ള കഴിവ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ സ്വാഭാവികമായിട്ടും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അങ്ങോട്ട് പോകുന്നില്ല. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ആവും. അങ്ങനെ പോസിറ്റീവ് ആവാനുള്ള കഴിവിനാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ ഹൈ റെഡ്യൂസിങ് പവർ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഈ മൂന്ന് സാധനങ്ങളാണ്. ഹൈ പോളറൈസേഷൻ പവർ, സ്മോളർ സൈസ്, ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ഓക്കെ, 20 പേര്. ഇനി ആള് വരാണ്ടല്ലോ. ഒരു സെക്കൻഡ്. നമ്മളെ ബന്ധുക്കൾ ആരെങ്കിലും മെസ്സേജ് കണ്ടിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോക്കെ ഒന്ന് വിളിച്ച് മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറയും. നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും മെസ്സേജ് കണ്ടിട്ടില്ല, ഗ്രൂപ്പിലുള്ള മെസ്സേജ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ 3 പോയിന്റിന്റെ കൂടെ പിന്നെ എന്താ? ഹൈ റെഡ്യൂസിങ് പവർ. ലിഥിയത്തിന്റെയും ബെറിലിയത്തിന്റെയും ഹൈ റെഡ്യൂസിങ് പവർ. എന്താ റെഡ്യൂസിങ് പവറിന് കാരണം? ഹൈ ഹൈഡ്രേഷൻ എൻതാൽപ്പി. ആ ഹൈഡ്രേഷൻ എൻതാൽപ്പി കൂടുതലായതുകൊണ്ട് വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കും. വെള്ളത്തിൽ ലയിക്കുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. 3 പോയിന്റ്. എന്താ പറഞ്ഞു? അനോമലസ് പ്രോപ്പർട്ടീസ്. അത് കാരണം ഉണ്ടാകുന്ന അനോമലസ് പ്രോപ്പർട്ടീസിലെ കോമൺ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കുറെ പേര് എഴുതി ശരിയായിട്ട് അയച്ചു തന്നിട്ടുണ്ട്, ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുക. അതുപോലെ തന്നെ ബെറിലിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടീസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിന് സ്ഥിരമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്.
പിന്നെ മാച്ച് ദ ഫോളോയിങ്, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ മാച്ച് ദ ഫോളോയിങ് കണ്ടിട്ടുണ്ട്. കള്ളി വരും, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് കോസ്റ്റിക് സോഡ, എന്താണ് ബേക്കിംഗ് സോഡ ഒക്കെ പറഞ്ഞാലേ മാച്ച് ദ ഫോളോയിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ്, സോൾവേ പ്രോസസ്സ്, കാസ്റ്റ്നർ കെൽനർ സെല്ല്, അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവേ പ്രോസസ്സും കാസ്റ്റ്നർ കെൽനർ സെല്ലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരാ വരാനുള്ളത്? കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലൈം, കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലൈം, ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലൈം. കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ക് ലൈം. ഓക്കെ, ആദ്യം കാൽഷ്യം ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. പ്രിപ്പറേഷനിൽ ഒറ്റ റിയാക്ഷൻ മാത്രമേ നോക്കാനുള്ളൂ, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. കാൽഷ്യം കാർബണേറ്റിനെ 1200 കെൽവിനിൽ മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. കാൽഷ്യം കാർബണേറ്റിനെ 1200 കെൽവിനിന് മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ ചൂടാക്കുകയാണെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാൽഷ്യം കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. ഇതാണ് നമ്മുടെ കാൽഷ്യം ഓക്സൈഡിന്റെ പ്രിപ്പറേഷന്റെ റിയാക്ഷൻ. സോ എഴുതിക്കോ, കാൽഷ്യം ഓക്സൈഡ് ക്യുക്ക് ലൈം, കാൽഷ്യം ഓക്സൈഡ് ഓൾസോ നോൺ ആസ് ക്യുക്ക് ലൈം. പ്രിപ്പറേഷൻ: കാൽഷ്യം കാർബണേറ്റ് ഈസ് ഹീറ്റഡ് above 1200 Kelvin to give calcium oxide plus carbon dioxide. നമ്മുടെ ഫസ്റ്റ് റിയാക്ഷൻ നോട്ട് ചെയ്തോ, ഫസ്റ്റ് റിയാക്ഷൻ നോട്ട് ചെയ്തോ. ഓക്കെ, നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ? കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കി കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തള്ളി പുറത്താക്കി കാൽഷ്യം ഓക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. വൈ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? തിരിച്ച് കാൽഷ്യം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ആയി മാറിക്കളയും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായ ഉടനെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ്. Carbon dioxide is removed as soon as the reaction is complete. ഫഹീമെ, നമുക്കിപ്പോ ബോർഡ് മൊത്തം കാണുന്നില്ലേ? ആ പകുതി കാണുന്ന പ്രശ്നമൊക്കെ മാറിയോ? ശരിയാവോ? കാണുന്നുണ്ട്. ഗുഡ്. ഓക്കെ, ഓക്കെ, അതിന്റെ അടിയിൽ എഴുതിക്കോ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിമൂവ്ഡ് ടു പ്രിവെന്റ് formation of calcium carbonate. കാൽഷ്യം കാർബണേറ്റ് തിരിച്ചുണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ റിയാക്ഷൻ കഴിയുന്ന മുറയ്ക്ക് റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അതിന്റെ അടിയിൽ എഴുതുക കാൽഷ്യം ഓക്സൈഡ്. ഓരൊക്കെ കേറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആരാ? ആ വിഷ്ണു പറയുന്നുണ്ട് കേറാൻ പറ്റുന്നില്ല. വിഷ്ണു എന്താ പ്രശ്നം പറയുന്നത്? കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവനോട് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറയും. ഒന്ന് ഗൂഗിൾ മീറ്റ്
ഓ, ഗൂഗിൾ മീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ പറയും. എന്നിട്ട് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയക്കാൻ പറയും. എന്തായാലും നമ്മൾ ഈ സെഷൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് അയച്ചു കൊടുക്കാം കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും അവരോടൊന്നുകൂടെ ട്രൈ ചെയ്യാൻ പറയും. ഗൂഗിൾ മീറ്റ് കയറിയിട്ട് ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് കയറാൻ പറ്റുന്നുണ്ടോ നോക്കാൻ പറയും. എന്താ കയറുമ്പോൾ കാണിക്കുന്നതെന്നൊന്ന് ചോദിച്ചു. എന്നിട്ട് കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എന്തായാലും ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ പറയും കയറാൻ പറ്റുന്നില്ല എന്ന് പറയും. ഓക്കെ, ഓക്കെ. സോ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. പറഞ്ഞോ, പറയട്ടെ, എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് is a white amorphous solid, a white amorphous solid, a white amorphous solid with melting point 2870 കെൽവിൻ, 2870 കെൽവിൻ with melting point 2870 കെൽവിൻ. they absorb അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് അബ്സോർബ്, they അല്ല it absorb അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് and H2O easily. ഓക്കെ, കാൽഷ്യം ഓക്സൈഡ് വളരെ പെട്ടെന്ന് തന്നെ കാർബൺ ഡയോക്സൈഡിനെയും H2O വാട്ടറിനെ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റിയെയും അബ്സോർബ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. ആ രണ്ട് റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് ഗീവ്സ് കാൽഷ്യം കാർബണേറ്റ്. നമ്മുടെ പ്രൊഡക്ഷന്റെ റിയാക്ഷന്റെ നേരെ നേരെ തിരിഞ്ഞ സാധനം. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് H2O ഗീവ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice. ഈ CaOH twice നിങ്ങൾ മുൻപ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ? CaOH twice എന്ന് മുൻപ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എടാ, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് കേട്ടിട്ടില്ല ഇതുവരെ? ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ എന്ന് കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നത്? എന്തായിരുന്നു? നമ്മളൊരു ട്യൂബില്, ഒരു ടെസ്റ്റ് ട്യൂബില് NH4Cl-ഉം കാൽഷ്യം ഹൈഡ്രോക്സൈഡും എടുത്ത് രണ്ടിനെയും കൂടെ ചൂടാക്കി പുറത്തു വന്ന ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സിലിക്ക ജെല്ല് കണ്ടെയ്നറിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിട്ട് അതിലെ വെള്ളത്തിനൊക്കെ വലിച്ചെടുത്ത് അതിന് തല കീഴായിട്ട് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തപ്പോ എന്തായി? അമോണിയ കിട്ടി. ബാക്കി ആര് ബാക്കിയായി? CaCl2 ബാക്കിയായി. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് NH4Cl gives NH3 plus CaCl2 plus H2O. ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ 10ാം ക്ലാസ്സിലാമത്തെ ചാപ്റ്റർ. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, പഠിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ പറ്റി. സോ കാൽഷ്യം ഓക്സൈഡ് പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിട്ടാൽ കാൽഷ്യം കാർബണേറ്റ് ആയി മാറും. കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം ആഡ് ചെയ്താൽ അത് എന്തായി മാറും? കാൽഷ്യം hydroxide ആയി മാറും. These are two important reactions. How do we produce calcium carbonate from calcium oxide? How do we produce calcium hydroxide from calcium oxide? ഒരു പ്രാവശ്യം
ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പബ്ലിക് എക്സാമിന്. എങ്ങനെയാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡിൽ നിന്നും കാൽഷ്യം കാർബണേറ്റിൽ ഉണ്ടാക്കുക, എങ്ങനെയാണ് നമ്മൾ കാൽഷ്യം ഓക്സൈഡിൽ നിന്നും കാൽഷ്യം ഹൈഡ്രോക്സൈഡിന് ഉണ്ടാക്കുക എന്ന് ചോദിച്ച ചോദ്യമാണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിയാക്ഷൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ അടിയിൽ എഴുതിക്കോ. Calcium oxide is a basic oxide. Calcium oxide is a basic oxide. ബേസിക സ്വഭാവമുള്ള ഓക്സൈഡ് ആണ്. ബേസിക സ്വഭാവമുള്ള ഓക്സൈഡ് ആണ്. Calcium oxide is a basic oxide. Calcium oxide is a basic oxide which react with acidic oxide at high temperature. It reacts with acidic oxide at high temperature. അത്ര ഭയങ്കര റെലവന്റ് ഫാക്ട് അല്ല, ബട്ട് സ്റ്റിൽ ഞാനത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിയാക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാ. നോക്കണ്ട, CaO plus SiO2 gives CaSiO3. കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും ഈ റിയാക്ഷൻ? എവിടെയാ കേട്ടത്? മറ്റേ ഇരുമ്പിന്റെ മറ്റെന്തോ ലാസ്റ്റ് റിയാക്ഷൻ gang plus flex gives slag. ആ റിയാക്ഷൻ ആണ് സാധനം. gang plus flex gives slag. flex plus gang gives slag. ഇവിടെ എന്താ CaO ബേസിക് ആണ്, SiO ആസിഡിക് ആണ്. ടെമ്പറേച്ചർ ഹൈ അല്ലേ, ബ്ലാസ്റ്റ് ഫർണസിലല്ലേ നമ്മൾ അയൺ ഉണ്ടാക്കുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ? അപ്പൊ CaSiO3 ഉണ്ടായി. CaSiO3 എന്ത് ചെയ്യും? മുകളിൽ പൊന്തി കിടക്കും. നമ്മൾ അതിനെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പിഗ് അയൺ കിട്ടും. അയണിന്റെ പ്രിപ്പറേഷൻ മെറ്റലർജി ചാപ്റ്റർ 4 or 6 എന്തോ ആണ് നമ്മൾ പഠിച്ച സാധനം അല്ലടാ. പ്ലസ് വണ്ണിലല്ല, 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ ആ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ അടിയിൽ ഈ റിയാക്ഷൻ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ചോദിച്ചാൽ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ റിയാക്ഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡ് വിത്ത് ആൻ അസിഡിക് ഓക്സൈഡ് എന്ന് ചോദിച്ചാൽ ഇത് എഴുതിയാൽ മതിയല്ലോ. കാൽഷ്യം ഓക്സൈഡ് പ്ലസ് SiO2 gives CaSiO3. പഠിച്ച റിയാക്ഷൻ, ഓൾറെഡി പഠിച്ച റിയാക്ഷൻ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. കാൽഷ്യം ഓക്സൈഡ് SiO2 റിയാക്ട് ചെയ്ത് CaSiO3 ഉണ്ടാവുന്നു, കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവുന്നു. എളുപ്പത്തിന് വേണ്ടി 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് CaSiO3 എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾ CaSiO3 എന്ന് വായിക്കരുത് കേട്ടോ. CaSiO3 ആണ്. ഓക്കെ, എഴുതിയില്ലേ? എഴുതി. അതിന്റെ അടിയിൽ ഒരു ചോദ്യം എഴുതിക്കോ. ചെറിയൊരു ചോദ്യം. റൈറ്റ് 3 uses of quicklime. എടാ, ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് Na2CO3ന്റെ NaOH എല്ലാം പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് യൂസസ് എന്തായാലും പഠിക്കണേ, അത് ഇമ്പോർട്ടന്റ് ആ. 3 പോയിന്റ് 2 പോയിന്റ് ഒക്കെ ആയിട്ട് ചോദ്യം വരാറുണ്ട്. റൈറ്റ് 3 uses of quicklime. ഒരു 3 പോയിന്റ് എഴുതാനുള്ള സ്ഥലം അങ്ങോട്ട് മാറ്റിട്ടോ. ഹോംവർക്കാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് തന്നെ കുറച്ച് പേരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ക്ലാസ്സിൽ എന്തൊക്കെയോ വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിനെ കൊണ്ട് പിന്നെ വലിയ സ്ട്രിക്റ്റ് ആക്കാത്തതാണ്. ആ സാധനങ്ങൾ ഞാൻ ഹോംവർക്കായിട്ട് തന്നിട്ടുള്ള സാധനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതില് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കി എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നിട്ടും എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുകയും ചെയ്ത് എപ്പോ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞുതരാം. ബട്ട് സ്റ്റിൽ അത് വെറുതെ ഹോംവർക്ക് അല്ലേ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യമായിരിക്കും എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടരുത്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ച സാധനങ്ങൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ
അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ട സാധനങ്ങളൊന്നും നമ്മൾ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടില്ല. ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. യൂസസ്, അതുപോലെ എന്താ ഡയഗണൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഡയഗണൽ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം കേട്ടോ ഹോംവർക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹോംവർക്ക് എന്ന സാധനങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത കോമ്പൗണ്ട് അത് എഴുതിയില്ലേ? എഴുതിയില്ലടാ? എഴുതി. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അടുത്ത ഹെഡിങ്, അടുത്ത കോമ്പൗണ്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഹൈഡ്രോക്സൈഡ്, CaOH twice. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH twice. Ca ആണേത്, CaOH twice. Also known as slaked lime. 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 ഫസ്റ്റ് പോയിന്റ് എഴുതാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലെ ഫസ്റ്റ് പോയിന്റ് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എഴുതാം. aqueous solution of calcium hydroxide. Aqueous solution of calcium hydroxide. Aqueous solution of calcium hydroxide. അതിന്റെ പേര് ലൈം വാട്ടർ എന്നാണ്. ലൈം വാട്ടർ എന്നാണ് പേര്. ലൈം വാട്ടർ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കുടിക്കരുത്, അണ്ണാക്ക് കത്തിപ്പോവും. നമ്മുടെ നാരങ്ങ വെള്ളമല്ല സാധനം. ലൈം വാട്ടർ എന്നാണ് പേര്. ഓക്കെ. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ. ലൈം വാട്ടർ. എന്താണ് പേര്? ലൈം വാട്ടർ. ഓക്കെ. അടുത്ത പോയിന്റ് എഴുതിക്കോ. അതിന്റെ അടിയിൽ അടുത്ത പോയിന്റ് എഴുതിക്കോ. സസ്പെൻഷൻ ഓഫ് calcium hydroxide in water milk of lime. നാരങ്ങ വെള്ളത്തില് പാലും വെള്ളത്തില് ചെറുനാരങ്ങ പിഴിഞ്ഞല്ല, നല്ല മിൽക്ക് ഓഫ് ലൈം എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ്, നമ്മൾ വിളിക്കുന്ന നിക്ക് നെയിം ആണ്. വെള്ളത്തിലുള്ള സസ്പെൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിൽക്ക് ഓഫ് ലൈം. വെള്ളത്തിലുള്ള സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈം വാട്ടർ. ഓക്കെ. സോ ശ്രദ്ധിക്കുക, സസ്പെൻഷനും സൊല്യൂഷനും കൊളോയിഡും ഒക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, വ്യത്യസ്തങ്ങളായ പ്രോപ്പർട്ടികൾ ഉണ്ട്. അതൊക്കെ അടുത്ത വർഷം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. അക്വസ് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേര് ലൈം വാട്ടർ എന്നാണ്, സസ്പെൻഷനെ വിളിക്കുന്ന പേര് മിൽക്ക് ഓഫ് ലൈം എന്നാണ്. ഓക്കെ. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക് ഒക്കെ വരാം. അക്വസ് സൊല്യൂഷൻ ഓഫ് CaOH ലൈം വാട്ടർ, സസ്പെൻഷൻ ഓഫ് CaOH ഡാഷ്. എന്തായിരിക്കും ഉത്തരം? മിൽക്ക് ഓഫ് ലൈം. ഓക്കെ. ഓക്കെ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. മിൽക്ക് ഓഫ് ലൈം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എങ്ങനെയാടാ നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ ഉണ്ടാക്കുക? ഹൗ ഡു വി പ്രിപ്പയർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്? How do we prepare calcium hydroxide? How do we prepare calcium hydroxide? വെള്ളം കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം പറഞ്ഞാൽ മതി.
കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം പാർന്ന എന്ത് കിട്ടൂടാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽഷ്യം ഓക്സൈഡിലേക്ക് അഡക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് അഡക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻടു കാൽഷ്യം ഓക്സൈഡ്. Calcium hydroxide is prepared by adding adequate amount of water in lime. Okay, it is known as slaking of lime. Slaking of lime. Slate അല്ല, slake. Slaked lime എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. So it is known as slaking of lime. കത്തുന്നുണ്ടോ? കത്തുന്നുണ്ടോ? കത്തുന്നുണ്ടോടാ? കത്തുന്നുണ്ടോ? ചെറുതായിട്ട് അണഞ്ഞു പോയി. ചെറുതായിട്ട് അണഞ്ഞു പോയി. ഒന്നുമില്ല കുട്ടിയെ, കാൽഷ്യം ഓക്സൈഡിലേക്ക് H2O ആഡ് ചെയ്താൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാക്കി, ആ കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. സിമ്പിൾ, ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇപ്പൊ കത്തിയോ? ഓക്കെ, അപ്പൊ എഴുതാം. Calcium hydroxide is prepared by adding water into calcium oxide or quicklime. Calcium hydroxide is produced by adding calcium oxide or quicklime into water into quicklime or calcium oxide. കത്തിയോ? വോയിസ് ഒക്കെ ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്. നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. സാരമില്ല, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തത് അയച്ചു തരാം, ട്രാൻസ്ഫർ ചെയ്യാം. ഈശ്വര, അതൊക്കെ റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ ഉണ്ടാവുമല്ലോ. 5 സ്റ്റാർ കളി ഉണ്ടാവും. അതെ, 5 സ്റ്റാറിന്റെ മുകളിൽ സ്റ്റാർ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൊടുക്കാം അല്ലേ? ഒരു ചളിക്കൊരു ഇതില്ലേ, പരിചയൊക്കെ ഇല്ലേ? 5 സ്റ്റാറിന്റെ മുകളിൽ സ്റ്റാർ ഉണ്ട് സാറേ. നിങ്ങൾക്കും അടിക്കട്ടോ ചളിയൊക്കെ. ഇത്ര ലോ ലെവൽ അടിക്കാൻ പറ്റുമെന്ന് സംശയമാണ്, എന്നാലും യു ക്യാൻ ട്രൈ. പറ്റുമെങ്കിൽ തോൽപ്പിച്ച് കാണിക്കുന്ന അറിയില്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കി. നമ്മൾ എന്ത് ചെയ്തു? കാൽഷ്യം ഓക്സൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക. കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് സംഭവിക്കുന്ന അറിയോ? കാൽഷ്യം ഓക്സൈഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തപ്പോ എന്താ കിട്ടിയത് നമുക്ക്? കാൽഷ്യം ഓക്സൈഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തപ്പോ എന്താ കിട്ടിയത്? കാൽഷ്യം കാർബണേറ്റ് കിട്ടി. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡിലേക്ക് H2O ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. H2O ആഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നതും സെയിം ആയിരിക്കും. കാൽഷ്യം കാർബണേറ്റ് തന്നെയാ കിട്ടുക. പക്ഷെ അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ടാവും? അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ടാവും? ആരും കൂടെ ഉണ്ടാവും? H2Oയും കൂടി ഉണ്ടാവും. അതിന്റെ കൂടെ H2Oയും കൂടി ഉണ്ടാവും. കത്തുന്നുണ്ടോ? കത്തുന്നുണ്ടോ? കാൽഷ്യം ഓക്സൈഡിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡയോക്സൈഡ് ചേർത്ത് കൊടുത്തപ്പോൾ കാൽഷ്യം കാർബണേറ്റ് കിട്ടി. പിന്നെ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത H2Oയും കൂടി കിട്ടി. സിമ്പിൾ റിയാക്ഷൻ. കത്തിയോ? ഐഡിയ കത്തിയോ? കത്തി കത്തി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, എന്താ ചെയ്യാ, നെറ്റിന്റെ പ്രശ്നമാണ് മക്കളെ. കൊറോണ ഒന്ന് പോയി കിട്ടിയില്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. നമുക്ക് അടുത്ത കൊല്ലെങ്കിലും ഉഷാറായിട്ട് ഫുൾ
ലൈവ് ക്ലാസ് എടുക്കാൻ പറ്റുമായിരുന്നു, കോണ്ടാക്ട് ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു അല്ലേ. നിങ്ങൾ ഒരു വർഷം എന്തായാലും പോയില്ലേ. വോയിസ് ബ്രേക്ക് ആണ്. ഓക്കെ, സോറി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിവിടെ നെറ്റൊക്കെ അത്യാവശ്യം സ്പീഡ് ഉണ്ട്, നമുക്ക് നെറ്റ് സ്പീഡിൽ കഴിഞ്ഞിട്ടാണ്. വിഷ്ണുക്കേടാ, എന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമല്ലല്ലോ. എന്റെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്ന ആൾക്കാരില്ലേ? നല്ല സ്പീഡ് ഉണ്ടല്ലോ. അത് അങ്ക് നെറ്റ് പോകുന്നതിനുണ്ടോ? എനിക്ക് നെറ്റ് പോകില്ല. അപ്പൊ ഒന്നുമില്ല. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? കാൽഷ്യം ഓക്സൈഡിലേക്ക് H2O ആഡ് ചെയ്ത് കൊടുത്തപ്പോ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാൽഷ്യം ഇനി അടുത്ത കൊല്ലം ഇപ്പൊ തുടങ്ങേണ്ട സ്ഥലമായി. എന്നാലും ഓണത്തിന് നിങ്ങളെ +1 എക്സാം ഒക്കെ കഴിയുമ്പോഴേക്ക് കുറെ ആൾക്കാർക്കൊക്കെ വാക്സിൻ കിട്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത പോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നോക്ക്, കാൽഷ്യം ഓക്സൈഡിലേക്ക് H2O ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കും. കാൽഷ്യം ഓക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ കാൽഷ്യം കാർബണേറ്റ് കിട്ടും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ് കിട്ടി, പക്ഷെ അതിന്റെ കൂടെ നേരത്തെ കാൽഷ്യം ഓക്സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത H2Oയും കൂടെ എനിക്ക് തിരിച്ചു കിട്ടി. സോ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് പ്ലസ് H2O ഉണ്ടാവും എന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ലൈം വാട്ടർ അത് സെമി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. അതിലേക്ക് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകുന്നത് കൊണ്ടും കാൽഷ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിച്ച് ആ വെള്ളത്തിന്, ആ സൊല്യൂഷന് നല്ല മിൽക്കി വൈറ്റ് കളർ ഉണ്ടാവുകയും ചെയ്യും. ഈ സൊല്യൂഷന് നല്ല മിൽക്കി വൈറ്റ് കളർ ഉണ്ടാവുകയും ചെയ്യും. കാൽഷ്യം കാർബണേറ്റും വെള്ളവും കൂടുള്ള സൊല്യൂഷന് നല്ല മിൽക്കി വൈറ്റ് കളർ ഉണ്ടാവുകയും ചെയ്യും. നന്നായിട്ട് ശ്രദ്ധിക്കുക. മിൽക്കി വൈറ്റ് കളറുള്ള സൊല്യൂഷനിലേക്ക് ഈ കാൽഷ്യം കാർബണേറ്റ് സൊല്യൂഷനിലേക്ക് ഞാൻ വീണ്ടും കാർബൺ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിക്കുക. അതിന്റെ കൂടെ ആരും കൂടെ ഉണ്ട്? H2Oയും കൂടി ഉണ്ട്. കിട്ടുന്ന സൊല്യൂഷൻ എന്തുണ്ടാവില്ല മക്കളെ? കിട്ടുന്ന സൊല്യൂഷന് വൈറ്റ് കളർ ഉണ്ടാവില്ല. അതിന്റെ മിൽക്കി വൈറ്റ് കളർ നഷ്ടപ്പെട്ടു പോകും. കാരണം ഈ റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന സാധനം കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. HCO3 twice അല്ല, CaHCO3 twice കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിലേക്ക് ഞാൻ ആദ്യം കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിട്ടു. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് H2Oയും കിട്ടി. അതിലേക്ക് ഞാൻ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ടു ഫോം കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് dissolves in water quite nicely. So the milky white color disappears. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ, മനസ്സിലായോ? കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് H2Oയും കിട്ടി. ഈ കാൽഷ്യം കാർബണേറ്റ് H2O ഉള്ള സാധനത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എക്സസ് എമൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുത്തു. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ക്രിയേറ്റ് ചെയ്തു. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടായി. കാൽഷ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ നല്ല മിൽക്കി വൈറ്റ് കളർ ആയിരുന്നു ഉണ്ടാവുക. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചു പോകുന്ന സാധനം ആയതുകൊണ്ട് അതിന് എന്തുണ്ടാവില്ല? കളർ ഉണ്ടാവില്ല. കത്തുന്നുണ്ടോ? മക്കളെ? സാർ, ആ വൈറ്റ് കളറിനുള്ള കാരണം എന്താ പറഞ്ഞത്? കാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ് വെള്ളത്തിൽ ലയിക്കില്ല. സോ വൈറ്റ് കളർ ഉണ്ടാവും. കഞ്ഞിവെള്ളത്തിന്റെ ഒരു നല്ല പാലിന്റെ കളർ ഉണ്ടാവും. പക്ഷേ ഈ കാൽഷ്യം കാർബണേറ്റിലേക്ക് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്താൽ അവിടെ കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടാവും. അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് പോകും. സോ ആ കളർ അങ്ങോട്ട് പോകും, കളർ അങ്ങോട്ട് നഷ്ടമാവും.
ഓക്കെ ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. അപ്പൊ ഒന്ന് അതിന്റെ അടിയിൽ പോയിന്റ് ആയിട്ട് എഴുതിക്കോ ഈ റിയാക്ഷന്റെ. എന്താ? കാൽഷ്യം കാർബണേറ്റ് solution forms a milky white color. The milky white color disappears as more carbon dioxide, additional amount of carbon dioxide or excess carbon dioxide is added to the solution, and calcium hydrogen carbonate is formed, which is dissolved in water. Calcium hydrogen carbonate വെള്ളത്തിൽ ലയിച്ചു ചേരും. കാൽഷ്യം കാർബണേറ്റ് വെള്ളത്തിൽ ഉണ്ടാകുമ്പോൾ വെള്ളത്തിന് മിൽക്കി വൈറ്റ് കളർ ഉണ്ടാവും. ആ മിൽക്കി വൈറ്റ് കളർ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്തെടുത്ത് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ആയി മാറുമ്പോൾ ഡിസപ്പിയർ ചെയ്തു പോകും. ഇതിന്റെ പേരാണ് കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. കാൽഷ്യം ഹൈഡ്രജൻ കാർബണേറ്റ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക്, അതായത് നമ്മുടെ ലൈക്കഡ് ലൈമിലേക്ക് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്താൽ കാൽഷ്യം ക്ലോറൈഡും കാൽഷ്യം എന്താ പറയാ, അയ്യോ ഇതിന്റെ കെമിക്കൽ നെയിം ഞാൻ മറന്നു. CaOCl ട്വൈസ് കേട്ടോ. ഇത് കാർബൺ മോണോക്സൈഡ് എന്ന് വായിക്കരുത്, ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. CaOCl ട്വൈസ്. ഈ സാധനമാണ് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ. കെമിക്കൽ നെയിം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കാൽഷ്യം CaOCl ട്വൈസ് ആണ്. ഓക്കെ, ഈ റിയാക്ഷൻ നോട്ട് ചെയ്. റിയാക്ഷൻ നോട്ട് ചെയ്യടാ. ഇതാണ് ബ്ലീച്ചിങ് പൗഡർ. അതെ, ആരാത് പറഞ്ഞത്? കാൽസ്യം ഹൈക്ലോറേറ്റ് ആണ്. അതെ, ഹൈപ്പോക്ലോറൈറ്റ്. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. സോറി, പെട്ടെന്ന് മറന്നു പോയതാ. എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ പറ്റുന്നില്ലല്ലോ. കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അതെവിടുന്നാ കിട്ടിയത്? ഗൂഗിള്. അത് ശരി. സ്നേഹ ഗൂഗിളിൽ നോക്കിയതാ അല്ലെങ്കിൽ ഇനി മുമ്പ് അറിയുന്നതാണോ? ടെക്സ്റ്റ് നോക്കി പറഞ്ഞത്. ഓക്കെ, ഹൈപ്പോക്ലോറൈറ്റ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഗുഡ്, ടെക്സ്റ്റ് നോക്കി പറഞ്ഞത് നല്ലൊരു മുന്നേറ്റം. എടാ, ഞാൻ എഴുതുന്ന റിയാക്ഷൻസ് ഭൂരിഭാഗവും ബാലൻസ്ഡ് അല്ല കേട്ടോ. ഈ റിയാക്ഷൻസ് ഒന്നും ബാലൻസ്ഡ് അല്ലാന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. റിയാക്ഷനിൽ റിയാക്ടൻസും പ്രൊഡക്ട്സും ഉണ്ടായാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. ശ്രദ്ധിച്ച് എഴുതുന്നത്. എക്സാമിനൊക്കെ മാക്സിമം ബാലൻസ് ചെയ്ത് എഴുതാൻ നോക്കുക. ഞാൻ പക്ഷെ ഇപ്പൊ ബാലൻസ് ചെയ്യാൻ അത് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്ലോ അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ മുറിഞ്ഞാണ് പലർക്കും കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാണ്ട് കമ്പൽ ചെയ്യാത്തതാണ് ബാലൻസ് ചെയ്ത് എഴുതുക എന്നുള്ളത്. ബാലൻസ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം. ഈ റിയാക്ഷൻ ഒന്നും ബാലൻസ്ഡ് അല്ല. അതിലിപ്പോ ഇവിടെ ഒരു 2 വരും, പിന്നെ ഒരു 2 വരും, എന്നാലേ ബാലൻസ്ഡ് ആവുള്ളൂ. ലിമിറ്റ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാലൻസ്ഡ് ആക്കി നോക്കാൻ വേണ്ടിയിട്ട്. സോ എന്ത് കിട്ടി നമുക്ക്? ബ്ലീച്ചിങ് പൗഡർ. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഒരു യൂസ് പറയും.
കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഒരു യൂസ് പറയടാ. അങ്ങനെയാണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഒരു യൂസ് പറ. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ പറ്റും. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. കിട്ടിയില്ലേ? കത്തിയില്ലേ? സംഗതി കത്തിയില്ലേ? എന്നാ എഴുതിക്കോ, ഒരു ചോദ്യം എഴുതിക്കോ ഇതിന്റെ അടിയിൽ. ഈ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ എഴുതിക്കോ. റൈറ്റ് 3 uses of calcium hydroxide. Calcium hydroxide. ആയിക്കോട്ടെ. ഞാനെന്താ എപ്പോഴും എസ് എഴുതുന്നത്? എടാ കാൽഷ്യത്തിന് എസ് അല്ല കേട്ടോ, സി ആണ്. അടുത്ത കോമ്പൗണ്ട് കാൽഷ്യം കാർബണേറ്റ്, CaCO3. എങ്ങനെയാടാ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കുക? എങ്ങനെയാ നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കുക? ഹൗ ഡു വി പ്രിപ്പയർ കാൽഷ്യം കാർബണേറ്റ്? എങ്ങനെയാടാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡിലേക്ക് എങ്ങനെയാ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കുക? കാൽഷ്യം ഓക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ട്വിസ്റ്റ്. ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ അത്ര സ്റ്റേബിൾ. കാൽഷ്യം ഓക്സൈഡ് പെട്ടെന്ന് തന്നെ H2O-യുമായിട്ടും CO2-യുമായിട്ടും ഒക്കെ റിയാക്ട് ചെയ്ത് കളയും. അതുകൊണ്ട് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, കാൽഷ്യം ഹൈഡ്രോക്സൈഡിനോട് എന്താ ആഡ് ചെയ്ത് കൊടുക്കും? എന്താ ആഡ് ചെയ്ത് കൊടുക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്ത് കിട്ടും? CaCO3-യും വാട്ടറും കിട്ടും. CaCO3-യും വാട്ടറും കിട്ടും. കത്തിയോ? വേറൊരു റിയാക്ഷനും കൂടി ഉണ്ട്. CaCl2 പ്ലസ് Na2CO3. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. CaCl2 പ്ലസ് NO2CO3 gives CaCO3 പ്ലസ് NaCl. CaCl2 plus Na2CO3 gives CaCO3 plus NaCl. CaCO3 plus NaCl. ഇതും കാൽഷ്യം കാർബണേറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ്. കാൽഷ്യം ക്ലോറൈഡിന്റെ കൂടെ സോഡിയം കാർബണേറ്റ്. എന്താ സോഡിയം കാർബണേറ്റ്? വാട്ട് ഈസ് സോഡിയം കാർബണേറ്റ്? മക്കളെ, എന്താടാ സോഡിയം കാർബണേറ്റ്? അതിനൊരു ചെല്ലപ്പേരില്ലേ? Na2CO3 10H2O. എടാ എന്തുവാടേ? ഞാൻ കുറച്ചു മുമ്പല്ലേ ഇങ്ങോട്ടാണ്, ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് സോഡയാ മക്കളെ?
ബേക്കിംഗ് സോഡ. എന്ത് സോഡ? ബേക്കിംഗ് സോഡ. ബേക്കിംഗ്. ഉറപ്പാണോ? ഉറപ്പാണോ? ആ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ബാക്കോട്ട് മറിച്ച് നോക്ക്. അയ്യോ അല്ല. എന്താ? പ്ലാസ്റ്റിക് ആണോ? പ്ലാസ്റ്റിക് അല്ല. പ്ലാസ്റ്റിക് അല്ല പറഞ്ഞേ. ആ അല്ല, ബേക്കിംഗ് സോഡയും കോസ്റ്റിക് സോഡയും കഴിഞ്ഞാൽ പിന്നെ ഒരു സോഡയല്ലേ ഉള്ളൂ. അതുകൂടെ പറഞ്ഞു തന്നാല്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ബാക്കിലേക്ക് മറിച്ച് വെക്കടോ പ്ലീസ്. പ്ലീസ് പ്ലീസ്. റിഷാനൊക്കെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന കോൺഫിഡൻസ് കേട്ടപ്പോഴേ ഒരു സംശയമില്ല സാധനം ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ എന്താ സാധനം? അതിന്റെ കെമിക്കൽ ഫോം എന്താ? NaHCO3, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. കാസ്റ്റിക് സോഡ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്. പക്ഷേ അല്ല, ഞാൻ ആ ക്ലാസ്സിന് ഇരുന്നില്ലല്ലോ. അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഞാനിവിടെ പൊരിച്ചേനെ. അല്ലെങ്കിൽ പൊളിച്ചേനെ. പൊളിക്കണ്ട് ഞാൻ. കൈ കിട്ടട്ടെ. ഗൗതം ആൻസർ പറഞ്ഞു. അതന്നെയാണോ? ഗൗതം ആൻസർ പറഞ്ഞു. വാഷിംഗ് സോഡ. എടാ, കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് വാഷിംഗ് സോഡ ഗീവ്സ് വാട്ട്? എന്ത് വാഷിംഗ് സോഡയാ ഇത്? വെറും വാഷിംഗ് സോഡ അല്ല, അതിനെ അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് എന്നാ പറയാ. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ ബേസിക്കലി Na2CO3 10H2O ആണ് മക്കളെ. 10H2O. ഇറ്റ് ഈസ് ഹൈഡ്രേറ്റഡ്. ഹൈഡ്രോളൈസ്ഡ് അല്ല, ഹൈഡ്രേറ്റഡ്. ഹൈഡ്രോളൈസിസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് അല്ലെങ്കിൽ ഹൈഡ്രോളൈസ്ഡ് എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തു എന്നാണ്. ഇത് ഹൈഡ്രേറ്റഡ്. അതായത് Na2CO3 മോളിക്യൂളിന്റെ ചുറ്റും 10 H2O മോളിക്യൂൾ വന്ന് വരിഞ്ഞു മുറുക്കി നിൽക്കുന്നു എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. Na2CO3 10H2O ആണ് എന്ത്? വാഷിംഗ് സോഡ. അതിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, അതിനെ നമ്മൾ ഒരു ടെമ്പറേച്ചറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടെമ്പറേച്ചർ 293 കെൽവിൻ ടെമ്പറേച്ചറിൽ താഴെ ചൂടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ, 200 അല്ല 300 എത്രയായിരുന്നു ടെമ്പറേച്ചർ? അയ്യോ, ബ്രെയിൻ ഫേഡ് കൺഫ്യൂഷൻ ആയി. ഏതോ ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് നോക്കി പറയാൻ പറ്റുമോ? റെക്കോർഡർ ക്ലാസ് നിങ്ങൾക്കുള്ളത് തന്നെയല്ലേ? ഞാനിപ്പോ ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ക്ലാസ് എടുക്കാൻ വന്നത്. Na2CO3നെ 283 കെൽവിൻ ടെമ്പറേച്ചർ തോന്നുന്നു, അതിന്റെ താഴെ ചൂടാക്കുകയാണെങ്കിൽ Na2CO3 10H2O മാറി Na2CO3 H2O ആയി മാറും. മോണോഹൈഡ്രേറ്റ് ആയി മാറും. യഥാർത്ഥത്തിൽ വാഷിംഗ് സോഡ എന്ന് പറയുന്നത് ഡെക്കാഹൈഡ്രേറ്റ് 2CO3 10H2O ഡെക്കാഹൈഡ്രേറ്റ്. അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് Na2CO3 1H2O Na2CO3 H2O ആയി മാറും. മോണോഹൈഡ്രേറ്റ് ആയി മാറും. ആ ടെമ്പറേച്ചറിന് മുകളിൽ ചൂടാക്കുകയാണെങ്കിൽ അതെന്തായി മാറും? അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്. അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് ആയി മാറും. ഓക്കെ, ഈ അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റിലേക്ക് നമ്മൾ കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കാൽഷ്യം കാർബണേറ്റ് പ്ലസ് NaCl കിട്ടും. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് NaCl കിട്ടും. ഇനി അൻഹൈഡ്രസ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ കൂടെ H2O വെള്ളം കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? മക്കളെ? ക്ലിയർ ആണല്ലോ? കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാക്കാനുള്ള രണ്ട് റിയാക്ഷൻ ക്ലിയർ. ഓക്കെ, അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് നമ്മൾ ഉണ്ടാക്കി. ഇനി ഈ കാൽഷ്യം കാർബണേറ്റിൽ നിന്നും കാൽഷ്യം ഓക്സൈഡിനെ എങ്ങനെ ഉണ്ടാക്കും?
കാൽഷ്യം കാർബണേറ്റിൽ നിന്നും കാൽഷ്യം ഓക്സൈഡിനെ എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെ ഉണ്ടാക്കും? വാട്ടർ എന്ത് പറഞ്ഞാലും അവൻ വെള്ളം ചേർക്കും. അതല്ല, കാൽഷ്യം കാർബണേറ്റ് നമ്മൾ എങ്ങനെയാ? കേട്ടില്ല. കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് എങ്ങനെ കാൽഷ്യം ഓക്സൈഡിന് ഉണ്ടാക്കും? എടാ, കാൽഷ്യം ഓക്സൈഡിന്റെ പ്രിപ്പറേഷന്റെ റിയാക്ഷൻ എന്താ? കാൽഷ്യം ഓക്സൈഡിന്റെ പ്രിപ്പറേഷന്റെ റിയാക്ഷൻ എന്താടാ? കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യേ? എടാ, കാൽഷ്യം എത്ര ചൂടില്? 1200 കെൽവിൻ. എന്ത് കിട്ടും? കാൽഷ്യം ഓക്സൈഡും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഈ കാൽഷ്യം ഓക്സൈഡിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നു? വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടി. ആ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ കൂടെ എന്താ ആഡ് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നു. പിന്നെയും കാൽഷ്യം കാർബണേറ്റ് കിട്ടി. സത്യോ? ഈ മൂന്നെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള സാധനങ്ങൾ, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? 3 കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കിയാൽ കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡിനോട് കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്താൽ അത് പിന്നെയും കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം ഓക്സൈഡിനോട് H2O ചേർത്താൽ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡിനോട് H2O ചേർത്ത് അതിനോട് കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്താൽ അത് വീണ്ടും കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടറും കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. കത്തുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും പ്രൊഡക്ഷൻ ഒന്നിൽ നിന്ന് മറ്റേത് എങ്ങനെ ഉണ്ടാക്കും എന്ന് ചോദിച്ചാൽ എഴുതിക്കൂടെ? ഹൗ ഡു വി പ്രിപ്പയർ കാൽഷ്യം ഓക്സൈഡ് ഫ്രം കാൽഷ്യം കാർബണേറ്റ്? ജസ്റ്റ് ഹീറ്റ് ഇറ്റ് above 1200 Kelvin temperature. How do you prepare calcium carbonate from calcium oxide? Add carbon dioxide. How do you prepare calcium hydroxide from calcium oxide? Add H2O. How do you prepare calcium carbonate from calcium hydroxide? Add CO2. Simple അല്ലേ? സംഗതി കത്തിയില്ലടാ? കത്തിയില്ലേ? പേടിച്ചു പോയി എല്ലാരും. ഇതിനെ ചൂടാക്കിയാൽ കാൽഷ്യം ഓക്സൈഡ് കിട്ടും. കാൽഷ്യം ഓക്സൈഡിനോട് H2O ആഡ് ചെയ്താൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനോട് കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്താൽ കാൽഷ്യം കാർബണേറ്റും വെള്ളവും കിട്ടും. ഇതാണ് സംഭവം. ഈ മൂന്നെണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ചേർത്ത് മറ്റു 2 കോമ്പൗണ്ടുകളായി മാറ്റാൻ പറ്റും. കാൽഷ്യം കാർബണേറ്റ്, ക്യുക്ക് ലൈം, സ്ലൈക്കഡ് ലൈം. ഓക്കെ, കാണാൻ പറ്റില്ല. ഗൗതം പ്രഭാകരന്റെ ചെവിന്ന് പുകയൊക്കെ വന്നുണ്ട്. ഓക്കെ ആണോ? രണ്ട് റിയാക്ഷൻ ഉള്ളത്. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് HCl. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് HCl gives കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് CaCl അല്ല, CaCl2 plus H2O plus carbon dioxide. Okay, calcium carbonate plus HCl. എടാ, കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്താൽ കാൽഷ്യം ക്ലോറൈഡും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്തു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ കാൽഷ്യം കാർബണേറ്റിലേക്ക് നമ്മൾ H2SO4 സൾഫ്യൂരിക് ആസിഡ്, കിങ് ഓഫ് കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? കാൽഷ്യം സൾഫേറ്റ് CaSO4 പ്ലസ് H2O പ്ലസ് CO2 ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഇവോൾവ് ചെയ്തു പോകും. സോ വാട്ട് ഹാപ്പൻസ് വെൻ acid is added to calcium carbonate? What happens when acid is added to calcium carbonate? കോമൺ ആയിട്ട് എന്താ സംഭവിക്കുക? കാൽഷ്യം കാർബണേറ്റിലേക്ക് ആസിഡ് ആഡ് ചെയ്താൽ കോമൺ ആയിട്ട് എന്ത് സംഭവിക്കും? CO2 പുറത്തു
CO2 പുറത്തു പോകും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ആസിഡിലേക്ക് മെറ്റലിനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ H2 ലിബറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആസിഡ് കാൽഷ്യം കാർബണേറ്റിലേക്ക് ചേർക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്തു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്തു പോകും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഈ രണ്ട് റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആയ ഏതോ ഒരു കൊല്ലം ഈ രണ്ട് റിയാക്ഷൻ ഇതേപോലെ ചോദിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഓക്കെ ആണോ? ഈ രണ്ട് റിയാക്ഷൻ നോട്ട് ചെയ്ത് വെച്ചോ. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇവോൾവ്ഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എമിറ്റഡ് വെൻ കാൽഷ്യം കാർബണേറ്റ് HCl is added to calcium carbonate. എഴുതിയോ? ഓക്കെ, അടുത്ത സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കേട്ടിട്ടുണ്ടോ? പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് ചോക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കണല്ലേ? ചോക്ക് ഉണ്ടാക്കാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല എടാ, ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്രതിമയിലൊക്കെ ചോക്ക് ശരിക്കും പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ല ചോക്ക്. അതിൽ വേറെ കോമ്പൗണ്ട്സ് ആണ് കൂടുതൽ. പ്ലാസ്റ്റർ ഓഫ് പാരീസിനെക്കാട്ടും കൂടുതൽ കാൽഷ്യം കാർബണേറ്റ് ഒക്കെയാണ്. കാൽഷ്യം ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് ശരിക്കും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ആർക്കെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞുണ്ടോ? ആ ഇടുന്ന സാധനമാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, കൊറേ ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റിൽ ചെയ്യും. സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിക്കുലാർ സ്ട്രക്ചർ മാറും, അത് റിജിഡ് ആയിട്ടുള്ള സാധനമായിട്ട് മാറും. വെള്ളം ആഡ് ചെയ്യുന്നത് വരെ അത് പൗഡർ ഫോമിലായിരിക്കും. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? റിജിഡ് ആയിട്ട് മാറി സെറ്റിൽ ചെയ്യും. നിങ്ങൾ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തുണിയാണ് ഈ പ്ലാസ്റ്റർ എന്ന് പറയുന്ന സാധനം. ഒരു റോൾ ചെയ്ത തുണിയാണ് ഉണ്ടാവുക, ചുരുട്ടി വെച്ച. ആ തുണി നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് ഡോക്ടർമാർ എന്ത് ചെയ്യും? ഡോക്ടർ അത് വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മുടെ കാലിന്റെ ഷേപ്പിൽ, നമ്മുടെ കാലിന് ഏത് ഷേപ്പിലാണോ കാല് വേണ്ടത്, വളഞ്ഞിട്ടും തിരിഞ്ഞിട്ടൊക്കെയാണോ ഉണ്ടാവുക, അത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് ആക്കി വെച്ചിട്ട് ആ തുണി എന്ത് ചെയ്യും? നമ്മുടെ കാലിന്റെ മുകളിൽ കൂടെ ചുറ്റും. ആദ്യം ഒരു ലെയർ പഞ്ഞി വെച്ചിട്ട് അതിന്റെ മുകളിൽ കാലിന്റെ മുകളിൽ കൂടെ ചുറ്റും. അങ്ങനെ ചുറ്റുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? അവിടെ ഒരു എക്സോതെർമിക് റിയാക്ഷൻ സംഭവിക്കും. പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഈ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് കൈയൊക്കെ ഒന്നായിട്ട് നല്ല ചൂടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈ നന്നായിട്ട് ചൂടാവും. അവിടെ ഒരു നല്ല എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. കൈ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റിന്റെ ഉള്ളിൽ ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള, ഈ പൗഡർ സ്റ്റേറ്റിലുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റിൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കൈയിന്റെ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലേക്ക് മാറും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അനക്കാനൊന്നും പറ്റില്ല. നമ്മുടെ ജോയിന്റ് ഒക്കെ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെ ഉണ്ടാവും. മൂവ്മെന്റ് പോസിബിൾ ആവില്ല. ആ സാധനത്തിനാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയാ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയാ. ഓക്കെ, ഓക്കെ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaSO4 ഹാഫ് H2O ആണ്. CaSO4 ഹാഫ് H2O. ഓക്കെ ആണോ മക്കളെ? വോയിസ് കട്ടാവുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഒന്നുമില്ലടാ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaSO4 ഹാഫ് H2O ആണ്. നോക്കടാ, Na2CO3 10H2O നമ്മൾ എന്താ വിളിച്ചത്? സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്നല്ലേ? എന്താ വിളിച്ചത്?
എന്താടാ വിളിച്ചത്? സോഡിയം കാർബണേറ്റ്. പോകുന്നുണ്ടല്ലോ. അതും കേട്ടില്ല. ഒന്നുമില്ല. എടാ അത് ബോർഡിൽ കാണുന്നുണ്ടോ? കെമിക്കൽ ഫോർമുല CaSO4 ½ H2O. സോഡിയം കാർബണേറ്റ് ഡോട്ട് 10H2O നമ്മൾ എന്താ വിളിച്ചത്? സോഡിയം കാർബണേറ്റ് Na2CO3 10H2O നമ്മൾ സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് എന്ന് വിളിച്ചു. Na2CO3 H2O നമ്മൾ സോഡിയം കാർബണേറ്റ് മോണോഹൈഡ്രേറ്റ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ CaSO4 ½ H2O നമ്മൾ കാൽഷ്യം സൾഫേറ്റ് എന്ത് ഹൈഡ്രേറ്റ് എന്നാ വിളിക്കേണ്ടത്? എന്ത് ഹൈഡ്രേറ്റ് എന്നാ വിളിക്കേണ്ടത്? എന്ത് ഹൈഡ്രേറ്റ് എന്നാടാ വിളിക്കേണ്ടത്? ഹെമി ഹൈഡ്രേറ്റ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? എന്തെന്നാ വിളിക്ക? എന്താ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാല്? സ്ഫിയറിന്റെ പകുതി. അപ്പൊ പകുതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഹെമി ഉപയോഗിക്കുന്നത്. എന്താ ഇതിനെ വിളിക്കുക? കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് CaSO4 ½ H2O. ഓക്കെ 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 ആണോടാ? ഓക്കെ ആണ്. ഓക്കെ. ഇനി എങ്ങനെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്നത് നോക്കാം. CaSO4 2H2O കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ 393 കെൽവിൻ ടെമ്പറേച്ചറിൽ 393 കെൽവിൻ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CaSO4 2CaSO4 H2O plus 3H2O. കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റിനെ 393 കെൽവിൻ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ് 2CaSO4 H2O plus 3H2O കിട്ടും. ഈ സാധനത്തിനെയാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വിളിക്കുന്നത്. ഈ 2CaSO4 H2O എന്ന് വിളിക്കുന്നതിനെ പകുതിയാക്കിയാൽ അതെന്തായി? CaSO4 ½ H2O. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ സയന്റിഫിക് ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഒന്നെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ ഇത് എഴുതാം. രണ്ടിൽ ഏത് എഴുതിയാലും അതെന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കെമിക്കൽ ഫോർമുല. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കെമിക്കൽ ഫോർമുല എഴുതാനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ എഴുതുക. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? കാൽഷ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റിനെ 393 കെൽവിനിൽ ചൂടാക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ 2CaSO4 2H2O അല്ലെങ്കിൽ CaSO4 2H2O-നെ 393ന്റെ മുകളിലുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ മക്കളെ? നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? CaSO4 അൻഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ് കിട്ടും. എന്ത് കിട്ടും? അൻഹൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ്. നേരത്തെ സെയിം സാധനം തന്നെ. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിവായപ്പോ അതെന്തായി? അൻഹൈഡ്രസ് ആയി. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയും. ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ. ഓക്കെ ആണോ? മക്കളെ? ഓക്കെ ആണ്. 393 ചൂടാക്കിയാൽ കാൽഷ്യം നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടും. 393ന്റെ മുകളിൽ ചൂടാക്കിയാൽ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ കിട്ടും. അനൈഡ്രസ് കാൽഷ്യം സൾഫേറ്റ് കിട്ടും. ഓക്കെ എഴുതിക്കോ. നോട്ട് ചെയ്ത് വെച്ചോ. ഇതൊക്കെ അങ്ങനെ റിയാക്ഷൻ നോട്ട് ചെയ്ത് വെക്കുക. ചെറിയ ഷോർട്ട് നോട്ട് എഴുതുക. ടെക്സ്റ്റ് വായിച്ചു വെക്കുക. അപ്പൊ തന്നെ ഈ ചാപ്റ്റർ ചെയ്യാനുള്ളൂ. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. ഈ ചാപ്റ്റർ വളരെയധികം ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഈ ചാപ്റ്റർ വളരെയധികം ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അതില് ഈ പാഠം
നമ്മൾ ഇതുവരെ എടുത്ത ചാപ്റ്ററുകളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും രസമുള്ള ചാപ്റ്റർ ഏതായിരുന്നു? ഏറ്റവും രസമുള്ള ചാപ്റ്റർ ഏതായിരുന്നടാ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. നമ്മൾ ഇതുവരെ എടുത്തതിൽ ഏറ്റവും വൃത്തികെട്ട ചാപ്റ്റർ ഏതായിരുന്നു? ഏറ്റവും രസമില്ലാത്ത, പഠിക്കാൻ തീരെ രസമില്ലാത്ത ചാപ്റ്റർ ഏതായിരുന്നു? നിങ്ങള് ത്രെഷോൾഡ് എനർജി ഏതാ? സ്ട്രക്ചർ ഓഫ് ആറ്റോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, അതൊക്കെ നല്ല രസമല്ലടാ പഠിക്കാൻ? അതൊക്കെ അടിപൊളിയല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എളുപ്പമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലൊക്കെ ഒരു സർട്ടൈൻ ടൈപ്സ് ഓഫ് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടും പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അതുകൊണ്ട് അത് മാത്രം നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാൽ മതി. നമുക്ക് HSS ലൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ വിത്ത് ആൻസർ അവൈലബിൾ ആണ്. ഏത് ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കും. എസ് ബ്ലോക്കും ഏകദേശം അതേപോലെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് ചെയ്യാം. നമുക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കുറെ അധികം പരിമിതി ഉണ്ട്. ഞാനിപ്പോ എങ്ങനെയാ HSS ലൈവ് എന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ 1-2 ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പിറ്റേന്ന് വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്നാമത് നമുക്ക് ടൈം ഇല്ല, ഓൺലൈൻ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് പരിമിതി ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ മാക്സിമം HSS ലൈവ് നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഏത് ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ പറഞ്ഞുതരും. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത എസ് ബ്ലോക്ക് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ലേശം ബൈഹാർട്ട് പഠിക്കാണ്ടെന്നേ ഉള്ളൂ ഈ ചാപ്റ്ററിലൊക്കെ കാര്യമായിട്ട്. പിന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അത് രണ്ടും കൂടെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിലും പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ആണെങ്കിലും. ഓക്കെ, ശരിക്ക് പഠിക്കാൻ സുഖം ഈ 2 ചാപ്റ്ററുകളാണ്. നമ്മൾ ബാക്കിയുള്ള ചാപ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചാപ്റ്ററിലൊക്കെ കുറെ കണ്ടന്റുകൾ ഉണ്ട്, കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാനുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പഠിക്കാനുള്ള ടോപ്പിക്സ് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് പഠിക്കാനും പിന്നെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ചോദ്യങ്ങളും. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് സോൾവേ പ്രോസസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകളൊക്കെ എസ് ബ്ലോക്കിൽ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ 2 ഗ്രൂപ്പ് ആയിട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ പി ബ്ലോക്കിലേക്ക് വരുമ്പോഴോ കിടക്കണം 6 ഗ്രൂപ്പ്. ഈ സെയിം സാധനം നമ്മൾ 6 ഗ്രൂപ്പിന് പഠിക്കണം. ഇതിലാകെ 2 നോക്കാനുള്ളൂ. ഇതിലാകെ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും അല്ലേ ഉള്ളൂ. പി ബ്ലോക്കിൽ 2 മെയിൻ ആയിട്ട് നോക്കുള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ പറയുള്ളൂ. ബാക്കി പറഞ്ഞു പോണല്ലോ. കോമൺ പ്രോപ്പർട്ടീസ്, പേരുകള് നമ്മൾ അവിടേക്ക് എത്തുമ്പോഴേക്ക് പറയും. ഫോക്കസ് ഏരിയ അതിന് മുമ്പ് വരികയാണെങ്കിൽ ഇറ്റ് വുഡ് ബി നൈസ്. നമുക്ക് ആ ഒരു അതെന്താണോ പറയുന്നത് 2 ബ്ലോക്ക് മാത്രം ഫുൾ ഫോക്കസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. ബട്ട് എന്താ അറിയില്ല, നമുക്ക് പെട്ടെന്ന് ഫോക്കസ് ഏരിയ വരാനായിട്ട് പ്രാർത്ഥിക്കാം. വേറെന്താ? അതിലേറെ നല്ലത് പരീക്ഷ എഴുതാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലേ, ഇത്ര കഷ്ടപ്പെടുന്നു. പരീക്ഷ ഒഴിവാക്കണല്ലേ നല്ലേ. എന്നാ പിന്നെ ഫോക്കസ് ഏരിയ ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അതാണ് മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എവിടെ എത്തിപ്പോവില്ലേ? പിന്നല്ല. ഓക്കെ, സോ പിന്നെന്താ? ഇനിയിപ്പോ സിമെന്റിന്റെ ഒരു പോർഷനാണുള്ളത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ. പോർട്ട്ലാൻഡ് സിമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാ സിമെന്റിൽ ജിപ്സ് ആഡ് ചെയ്യുന്നത്?
സിമെന്റിൽ ജിപ്സം എന്തിനാണ് ആഡ് ചെയ്യുന്നത്? സിമന്റ് എന്ന് പറയുന്നത് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ, നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ സെറ്റിൽ ആവുന്ന പ്രോപ്പർട്ടി ഉള്ള, മോളിക്കുലർ സ്ട്രക്ചർ മാറി റീഅറേഞ്ച് ചെയ്ത് സെറ്റിൽ ആവുന്ന പ്രോപ്പർട്ടി ഉള്ള ഒരു പദാർത്ഥമാണ്. ഈ സിമെന്റിന്റെ സെറ്റിലിംഗ് ടൈമിന് ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സിമെന്റ് സെറ്റിൽ ആവുകയാണെന്ന് വിചാരിക്കും. നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ സിമെന്റിനെ കൊണ്ട്? മൈക്ക് ഒന്ന് ഓഫ് ആക്കടാ. അൻഷക്ക് മൈക്ക് ഓൺ ആക്കിയപ്പോ ഞാൻ വിചാരിച്ചു കാര്യമായിട്ട് ശ്രദ്ധിച്ചെന്തോ പറയാനാന്നത്. മൈക്ക് ഓൺ ആക്കിയിട്ട് വേറെ എങ്ങോട്ടോ പോയതാ. അൻഷക്കെ മോനെ ഇതുവരെ അറിഞ്ഞില്ല. മൈക്ക് ഓൺ ആക്കി അറിഞ്ഞില്ല. ഓക്കെ, ഈ സിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഉള്ള, അതായത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സെറ്റിൽ ആവുന്ന പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് സിമെന്റ്. ഈ സിമെന്റിന്റെ സെറ്റിലിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമെന്റിൽ ജിപ്സം ആഡ് ചെയ്യുന്നത്. ജിപ്സം എന്ന് പറയുന്ന പദാർത്ഥം ആഡ് ചെയ്യുന്നത്. സിമെന്റിന്റെ സെറ്റിലിംഗ് ടൈം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് വിചാരിച്ചു നോക്ക്, വീട്ടിലേക്ക് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മുകളിൽ നിങ്ങളെ വാർപ്പ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കോൺക്രീറ്റ് കുഴയ്ക്കുന്നുണ്ട് താഴെ. ഈ താഴെ കുഴച്ച കോൺക്രീറ്റ് മുകളിൽ എത്തുമ്പോഴേക്ക് കട്ടായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഫുള്ള് സീനാവും, കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം ഉപയോഗിക്കുന്നത്. ജിപ്സം ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സെറ്റിലിംഗ് ടൈം ഓഫ് സിമെന്റ്. ജിപ്സം ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ സെറ്റിലിംഗ് ടൈം ഓഫ് സിമെന്റ്. സിമെന്റിന്റെ സെറ്റിലിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിപ്സം യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ജിപ്സം യൂസ് ചെയ്തിട്ട് നമുക്ക് സിമെന്റിന്റെ സെറ്റിലിംഗ് ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ഇതില് കാര്യമായിട്ട് അത്രയ്ക്കേ ഉള്ളൂ. ഓക്കെ, ഈ ചാപ്റ്റർ ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രീവിയസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് ഒന്ന് ചെയ്തിട്ട് എനിക്ക് തിരിച്ചയച്ചു തന്നാൽ മതി പ്രീവിയസ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ചോദ്യം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ഞാൻ തന്ന ഹോംവർക്കുകളൊക്കെ എന്തായാലും ഫുള്ള് ചെയ്യാം. എന്നിട്ട് ഈ പ്രീവിയസ് ചെയ്ത ചോദ്യങ്ങളും ചെയ്തിട്ട് ഒന്നെനിക്ക് ആൻസറുകളൊക്കെ നാളെയോ മറ്റന്നാളോ, നാളെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴാണ് ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ള ചോദ്യങ്ങളൊക്കെ അയച്ചുതരാം പ്രീവിയസ്. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഞാൻ ആൻസർ ചെയ്യും, ഫോർവേഡ് ചെയ്തുതരാൻ പറ്റുകയാണെങ്കിൽ. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തിട്ട് അയച്ചു തന്നിട്ട് നമുക്ക് അതൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക, ആൻസർ കീ ഫോർവേഡ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ പോർഷൻ അങ്ങോട്ട് ക്ലിയർ ആക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ. അടുത്ത ക്ലാസ് നമ്മൾ ചിലപ്പോൾ PPT പവർ പോയിന്റ് വെച്ചിട്ടായിരിക്കും കേട്ടോ ചെയ്യാം. P ബ്ലോക്ക് എലമെന്റ്സ് ആണെങ്കിൽ എടാ, ഇതിപ്പോ നമ്മൾ ബോർഡിൽ എഴുതുന്നതും പവർ പോയിന്റ് വെച്ച് എടുക്കുന്നതും ഒക്കെ സെയിം എഫക്റ്റ് അല്ലേ? ഈ P ബ്ലോക്കും S ബ്ലോക്കും ഒക്കെ ഓർഗാനിക് ഒന്നും അങ്ങനെ എടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഭയങ്കര വെറും റിയാക്ഷൻസ് മാത്രമുള്ള ചാപ്റ്ററുകളില്ലേ, നമുക്ക് ഫാക്ട്സ് മാത്രം പഠിക്കുന്ന ചാപ്റ്ററുകൾ, ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ, അത് നമ്മൾ PPT വെച്ചെടുക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? പവർ പോയിന്റ് വെച്ച് സ്ലൈഡ് വെച്ചിട്ട് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ബയോളജി ചെയ്യുന്ന പോലെ. എന്താടാ ഒറിജിനാലിറ്റി ഉണ്ടാവില്ല അല്ലേ? നമുക്ക് നോക്കാം, നമുക്ക് എന്തായാലും ഒരു ക്ലാസ് അങ്ങനെ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ P ബ്ലോക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ PPT ചെയ്യുള്ളൂ. ഓർഗാനിക്കിലൊന്നും നമ്മൾ PPT ചെയ്യില്ല. ഓർഗാനിക് ഒന്നും PPT പ്രസന്റ് ചെയ്ത് ക്ലാസ് എടുക്കാൻ വലിയ സുഖമുള്ള ചാപ്റ്റർ ആവില്ല. P ബ്ലോക്ക് ആണെങ്കിൽ മാത്രമേ നമ്മൾ പവർ പോയിന്റ് വെച്ചിട്ട് ക്ലാസ് എടുക്കുള്ളൂ. സോ ലെറ്റ്സ് സീ, നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്ററിൽ നോക്കാം. നമുക്ക് ഈ പവർ പോയിന്റ് വെച്ചെടുക്കാം. അല്ലെങ്കിൽ കാരണം എന്താ വെച്ചാൽ P ബ്ലോക്ക് ഒക്കെ നമ്മൾ S ബ്ലോക്ക് തന്നെ നമ്മൾ കുറേ ടൈം എടുത്തിട്ടുണ്ട്. വലിച്ചു നീട്ടാന്നല്ല, നമ്മൾ തന്നെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും.
പൊതുവെ ഞാനും സ്ലോ ആണ്, അപ്പോൾ കുറച്ചുകൂടി സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ PPT ആക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ടാ. നോക്കട്ടെ എനിവേസ്. എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. എന്താ ഋഷാനെ മൈക്ക് ഓൺ ആക്കിയിട്ട് എന്താ പറയണ്ടോ? എന്നാ ഓക്കെ, ബൈ ബൈ.